നമസ്കാരം സുഹൃത്തുക്കളെ, ചാമക്കാല മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ യൂട്യൂബിൻ്റെ ഒരു ചെറിയൊരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഓരോന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും നാളും അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ വളരെ റീച്ച് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് പുറത്തു വന്നിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ സമയമില്ലാത്തതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ വീഡിയോ റീച്ച് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബിൻ്റെ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോൾ നമ്മൾക്ക് തോന്നിയ പോലെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അൽഗോരിതം എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അത് കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു സമയമുണ്ട് ഇതിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം നമ്മളുടെ അനലിസ്റ്റിക്കിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ വീഡിയോ എത്ര മണിക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ളത് എന്നുള്ളത് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കറക്റ്റായിട്ട് നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് അതിൻ്റെ ടൈമിങ്. ആ ടൈമിങ് നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ വീഡിയോ കറക്റ്റായിട്ട് ഒരു സമയത്ത് ഇടാൻ ശ്രമിക്കുക. കാരണം ഒരു രാവിലെ 8 മണിയാണെങ്കിൽ 8 മണിക്ക് തന്നെ എല്ലാ ദിവസവും 8 മണിക്ക് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കുക. അതുപോലെ ഓരോ സമയമുണ്ടല്ലോ, ഇപ്പോൾ ഈ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര മണിക്കാണ് നമ്മളെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെന്നുള്ളത്. അങ്ങനെ നമ്മൾ വീഡിയോ ഇട്ടാൽ മാത്രമേ നമ്മളുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഞാനിതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന സമയത്താണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടൻറ്റ് ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ യൂട്യൂബിൻ്റെ ടിപ്സുകൾ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബിന് വീഡിയോ ഇടുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു കണ്ടൻറ്റ് ഉണ്ട്. ആ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമ്മളുടെ വീഡിയോ റീച്ച് ആവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ കാണും, എന്തെങ്കിലും 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് വാച്ച് അവർ കിട്ടും. അല്ലാതെ ഇതിനകത്ത് കൂടുതൽ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ വീഡിയോ റീച്ച് ആവാത്തതിന് നമ്മൾ തന്നെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ യൂട്യൂബ് നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വീഡിയോ സജഷൻ ഇതിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇടണം. ഈ അൽഗോരിതത്തിനുള്ളൊരു പ്രത്യേകത ഉണ്ട്. പുള്ളി കറക്റ്റായിട്ട് നമ്മൾ ഒരു 10 ദിവസം നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായ സമയത്ത് വന്ന് നോക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥിരമായിട്ടൊരു വീട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങാൻ വരുന്ന ഒരാൾ, അയാൾ നമ്മളെ വീട്ടിൽ വന്ന് എല്ലാ ദിവസവും 8 മണിക്ക് വാങ്ങിക്കൊണ്ടുപോകുന്ന സാധനം ഒരു ദിവസം വരുമ്പോൾ സാധനമില്ല. പിന്നെ അന്ന് ശ്രമിക്കും, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും വരും, അത് കഴിഞ്ഞ് അന്നുമില്ല. അങ്ങനെ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ നോക്കും. 3 ദിവസം കഴിഞ്ഞിട്ടും വരാതാവുമ്പോൾ എന്താ ചെയ്യുക? അയാൾ പിന്നെ ആ വഴിക്ക് വരില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ അൽഗോരിതത്തിൻ്റെ ഒരു കാര്യം. അൽഗോരിതം നമ്മളിടുന്ന വീഡിയോ ഏത് സമയത്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കും. ആ കറക്റ്റ് സമയത്ത് പിറ്റേ ദിവസം കണ്ടില്ലെങ്കിൽ പുള്ളി ഒരു 2 ദിവസം വന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും വീഡിയോ ഒരു ടൈമിൽ തന്നെ ഇടാൻ ശ്രമിക്കാം. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തും. അതാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കണമെന്ന് മാത്രം. അല്ലാതെ നമ്മൾ യൂട്യൂബിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഒക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ റീച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എന്നോടും കൂടി പറ കേട്ടോ. ഇതിൽ ഒരുപാട് പുലികളുണ്ട് യൂട്യൂബറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അവരൊന്നും പറഞ്ഞു തരുന്ന പോലെ ഒന്നും ആവില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ അവരിൽ നിന്നൊക്കെ കിട്ടിയ അറിവ് വെച്ചിട്ടും പിന്നെ കുറേയൊക്കെ നമ്മൾ യൂട്യൂബിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നോക്കിയിട്ടൊക്കെയാണ് നമ്മളിതൊക്കെ പറയണത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നന്നാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ
നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയുക. എനിക്കെന്താ വെച്ചാൽ സമയമില്ലാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ. അപ്പോൾ അതുകൊണ്ടുള്ള സമയത്ത് ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും കറക്റ്റായിട്ട് 8 മണിക്ക് തന്നെ വീഡിയോ ഇടുന്നുണ്ട്. സൗദിയിലെ സമയം, നാട്ടിലത്തെ സമയം ഒരു 10:30. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.